Nios October 2023 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആദിൽ സാറിന്റെ ബാസ് ക്രാഷ് കോഴ്സ് വിജയകരമായി ആരംഭിച്ചിരിക്കുന്നു. ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കായി കോൺടാക്ട് 7561009757. അപ്പൊ അങ്ങനെ നമ്മൾ കാത്തിരുന്ന് നമ്മുടെ ഹാൾ ടിക്കറ്റും കൂടെ ഇവിടെ വന്നു. ഇനി പരീക്ഷ എന്നുള്ളൊരു കടമ്പ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പൊ അതിനുവേണ്ടി പഠിക്കാനുള്ള സമയം മാത്രമാണ് ഇപ്പോൾ. ഇനിയുള്ള ഓരോ ദിവസവും നമുക്ക് നിർണായകമാണ്. ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളെ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം. അതിനുവേണ്ടി നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ്. ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്ട്സിന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആയിട്ടുള്ള വൈസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് മാത്രം അറ്റൻഡ് ചെയ്ത് അതിനുള്ള Q&A മാത്രം അറ്റൻഡ് ചെയ്താൽ ഏതൊരു വിദ്യാർത്ഥിക്കും 3-4 ദിവസം കൊണ്ട് തന്നെ ഈ പരീക്ഷ വളരെ ഈസി ആയിട്ട് പാസ് ആവാൻ സാധിക്കും. ആ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവരും യൂസ് ചെയ്യുക. ക്രാഷ് കോഴ്സിൽ ന്യൂ അഡ്മിഷൻ എടുക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോട്ട് ഇപ്പോൾ തന്നെ വിളിച്ച് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക. ഓക്കെ, ഹലോ എവരിവൺ, ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ Nios October November 2023 തിയറി പരീക്ഷ അടുക്കാറായി. അതിന്റെ ഹാൾ ടിക്കറ്റ് എന്ന് വരും എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ഭയങ്കര ടെൻഷനിലായിരുന്നു കുട്ടികളൊക്കെ. ഇന്ന് വരുമോ നാളെ വരുമോ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു നിങ്ങളോട് ഈ വീക്ക് തന്നെ നമ്മുടെ ഹാൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ഹാൾ ടിക്കറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ പരീക്ഷാ കേന്ദ്രം എവിടെയെന്നുള്ള അറിയാൻ പറ്റുള്ളൂ. എന്നാൽ ആ ഒരു കാത്തിരിപ്പിന് ഇപ്പോൾ വിരാമമായിരിക്കുകയാണ്. നമ്മുടെ ഹാൾ ടിക്കറ്റ് ഇന്നിവിടെ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. മക്കളെ, നിങ്ങൾക്ക് ഡാഷ്ബോർഡിൽ കയറി നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ അടിക്കരുത്. കാരണം മുമ്പ് ഒരു ഹാൾ ടിക്കറ്റ് വന്നത് പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടിയിട്ടായിരുന്നു. ആ പ്രാക്ടിക്കൽ എക്സാം ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഹാൾ ടിക്കറ്റ് വന്നിട്ടുള്ള തിയറി എക്സാമിഷൻ, നമ്മുടെ എഴുത്ത് പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് ആണ് വന്നിട്ടുള്ളത്. നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ തിയറി സബ്ജക്ട്സിന്റെയും എക്സാമിന്റെ ടൈം, ഡേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡേറ്റ് ഷീറ്റാണ് മുമ്പ് കിട്ടിയിരുന്നത്. മൊത്തം സബ്ജക്ട്സിന്റെ ലിസ്റ്റ് ആയിരുന്നു. എന്നാൽ നിങ്ങൾക്കുള്ള എക്സാം, നിങ്ങൾ എഴുതുന്ന എക്സാംസിന്റെ ഡേറ്റും ഷെഡ്യൂളും ഒക്കെയാണ് ഇന്നത്തെ ഹാൾ ടിക്കറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അത് മാത്രമല്ല, അതിൽ നമുക്ക് കിട്ടിയിട്ടുള്ള പരീക്ഷാ കേന്ദ്രം, ആ ഒരു കാര്യത്തിൽ ഒരുപാട് കുട്ടികൾക്ക് സംശയങ്ങൾ വരാറുണ്ട്. കാരണം സ്റ്റഡി സെന്റർ നിങ്ങളുടെ ID കാർഡിലുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടിക്കൽ എഴുതി അതേ സെന്റർ തന്നെയാണ് എൻ്റെ പരീക്ഷാ സെന്റർ എന്നുള്ളതായിരിക്കും ഒരുപാട് കൺഫ്യൂഷൻസ് വരിക. പക്ഷെ അങ്ങനെ ആവില്ല. ചില ജില്ലകൾ മാത്രം, വയനാട്, ഇടുക്കി പോലെ ചെറിയ ജില്ലകൾ മാത്രം ഒരു പക്ഷേ നമ്മുടെ സ്റ്റഡി സെന്റർ തന്നെ എക്സാം സെന്റർ ആവാറുണ്ട്. എന്നാൽ മിക്ക ജില്ലകളിലും എക്സാം സെന്റർ വേറെയും സ്റ്റഡി സെന്റർ വേറെ ആയിട്ട് വരിക. നിങ്ങളുടെ എക്സാം സെന്റർ, നിങ്ങൾ ഇനി എക്സാം എഴുതാൻ പോകുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ പ്രാക്ടിക്കൽ എഴുതുന്ന സെന്ററിലായിരിക്കില്ല. പ്രാക്ടിക്കൽ എക്സാം എഴുതുന്ന സെന്റർ നമുക്ക് പ്രാക്ടിക്കൽ എക്സാം എഴുതാനും മാത്രമല്ല നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ വരുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എക്സാമിനേഷൻ സെന്റർ, നിങ്ങളുടെ പരീക്ഷാ കേന്ദ്രം, നിങ്ങൾക്ക് എഴുത്തു പരീക്ഷ, നിങ്ങൾ എടുത്ത 5-6 വിഷയങ്ങൾക്കുള്ള ഡെയിലി നിങ്ങളുടെ എഴുത്തു പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ സെന്റർ അലോട്ട് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഈ സെന്ററിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതുന്ന എഴുത്തു പരീക്ഷ മാത്രമേ വരത്തുള്ളൂ. അവിടെ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ വരത്തില്ല. ഇതെല്ലാം ശരിക്കും മനസ്സിലാക്കുക. ഓരോ കാര്യങ്ങളും ഞാൻ എല്ലാതും വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടികളും ഇത് കൺഫ്യൂഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ഇനിയിപ്പോൾ പരീക്ഷ കേന്ദ്രം ഏതാണെന്ന് പ്രോപ്പറായിട്ട് നോക്കാതെ നമ്മൾ സ്റ്റഡി സെന്ററിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാം എഴുതിയെടുത്ത് പോയിട്ട് പരീക്ഷ നിന്ന് കഴിഞ്ഞാൽ അത് പ്രയാസം വരും. അങ്ങനെ ഒരുപാട് കുട്ടികൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ആ ഒരു തെറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മക്കളെ നിങ്ങൾ വെരി കെയർഫുൾ ആയിരിക്കണം. നമ്മുടെ ഹാൾ ടിക്കറ്റ്, നിങ്ങൾക്ക് ഇവിടെ ഹാൾ ടിക്കറ്റ് കാണാൻ സാധിക്കും. ഈ ഹാൾ ടിക്കറ്റിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഫോട്ടോ, അതിനടുത്ത് QR കോഡ്, അതുപോലെ തന്നെ നിങ്ങളുടെ റോൾ നമ്പർ, നിങ്ങളുടെ പേര്, നിങ്ങളുടെ അച്ഛന്റെ പേര്, നിങ്ങളുടെ അമ്മയുടെ പേര്, ഇത്രയും ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ടുണ്ടാവും. അതിന് താഴെ ആയിരിക്കും നമ്മുടെ പരീക്ഷാ കേന്ദ്രത്തിന്റെ വിലാസം ഉണ്ടാവുക. സോ ആ പരീക്ഷാ കേന്ദ്രത്തിന്റെ വിലാസം അല്ലെങ്കിൽ അഡ്രസ് ഓഫ് ദി എക്സാമിനേഷൻ സെന്റർ എന്നുള്ളിടത്ത് അതായിരിക്കും നിങ്ങളുടെ എക്സാം സെന്റർ. അവിടെയാണ് നിങ്ങൾ പോയിട്ട് പരീക്ഷ എഴുതേണ്ടത്. അതിന് തൊട്ട് താഴെ തന്നെ നമുക്ക് നമ്മുടെ എടുത്ത സബ്ജക്ട്സിന്റെ കോഡുകൾ, സബ്ജക്ട് കോഡുകൾ 302, 343, അതേപോലെ അങ്ങനെയുള്ള സബ്ജക്ട്സ് കോഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ തൊട്ടടുത്ത് നമുക്ക് നമ്മൾ എടുത്ത സബ്ജക്റ്റിന്റെ കോഡിനടുത്ത് തന്നെ നമ്മുടെ സബ്ജക്ട് ഏതാണെന്നുള്ളത്, ഇംഗ്ലീഷ് ആണോ, മലയാളം ആണോ, സോഷ്യൽ സയൻസ് ആണോ, ഫിസിക്സ് ആണോ, കെമിസ്ട്രി ആണോ, ഏതാണോ നമ്മുടെ സബ്ജക്റ്റ്, ആ സബ്ജക്ട് കാണാൻ സാധിക്കും. തൊട്ടടുത്ത് ആ സബ്ജക്റ്റിന്റെ പരീക്ഷാ സമയം, ആ ദിവസം, ഏത് ദിവസം അല്ലെങ്കിൽ ഏത് തീയതിയിൽ എപ്പോൾ മുതലാണ് നമ്മുടെ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. മിക്ക എക്സാംസും നമുക്ക് തുടങ്ങുന്നത് 2:30 മുതൽ 5:30 വരെയും 2:30 മുതൽ 4:30 വരെയൊക്കെ ടൈമിലാണ്. സോ എല്ലാ എക്സാംസും ആഫ്റ്റർനൂൺ ആയതുകൊണ്ട് കുഴപ്പം വരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാമിന് ചെല്ലാൻ, നിങ്ങൾക്ക് കിട്ടിയ സെന്റർ ഒരു പക്ഷേ ഒരു 10 കിലോമീറ്റർ 20 കിലോമീറ്റർ ദൂരെയാണെങ്കിൽ പോലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമുക്ക് എത്തിപ്പെടാനുള്ള സമയം വരുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ എക്സാം സെന്റർ ഏതാണെന്നുള്ളത് കൺഫേം ചെയ്യുക. കാരണം ആ എക്സാം സെന്ററിന്റെ അഡ്രസ് ഒന്ന് ലൊക്കേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എത്ര ദൂരമുണ്ട് എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് അത് എടുക്കാൻ. മാത്രമല്ല ഇപ്പോൾ കുട്ടികൾ ചോദിക്കും, സാറേ ഇനിയിപ്പോൾ പരീക്ഷാ കേന്ദ്രം മാറ്റാൻ പറ്റും, എക്സാമിനേഷൻ സെന്റർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ 1600 രൂപ നമ്മൾ പേയ്മെന്റ് ചെയ്തതിന് ശേഷമാണ് നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റുക. പക്ഷെ അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോഴും നമുക്ക് NS ഡിപ്പാർട്ട്മെന്റ് ഒരു ഗ്യാരണ്ടി ആ കാര്യത്തിൽ പറയുന്നില്ല. സെന്റേഴ്സിൽ സീറ്റ് അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഉദ്ദേശിച്ച ഒരു സെന്റർ തന്നെ കിട്ടണം എന്നില്ല. അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ നല്ലതല്ല. നമ്മളിപ്പോൾ എടുത്ത സ്റ്റഡി സെന്ററിന്റെ അടുത്ത് തന്നെ നമുക്കൊരു 10 കിലോമീറ്റേഴ്സ് 15 കിലോമീറ്റേഴ്സിലൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമുക്ക് എക്സാം എഴുതാം. കിട്ടുന്ന സെന്റർ തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഹാൾ ടിക്കറ്റ് വരുന്ന സമയത്ത് ഒരുപാട് നിർദ്ദേശങ്ങൾ, ഒരുപാട് റെഗുലേഷൻസ് ഇവർ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ പരീക്ഷ ഹാളിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഉദ്യോഗാർത്ഥി പരീക്ഷ ഹാൾ ടിക്കറ്റിനൊപ്പം Nios നൽകുന്ന യഥാർത്ഥ തിരിച്ചറിയൽ കാർഡും ആധാർ കാർഡ്, പാസ്പോർട്ട് അല്ലെങ്കിൽ പാൻ കാർഡ് പോലുള്ള
സാധുവായ ഫോട്ടോ തിരിച്ചറിയൽ രേഖയും കൊണ്ടുവരണം. അതായത് ഒന്നുമില്ല, നമുക്കിപ്പോൾ കിട്ടിയ ഈ ഹോൾ ടിക്കറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് വെക്കുന്ന ഈ ഹോൾ ടിക്കറ്റും അതിന്റെ കൂടെ നമ്മുടെ NIOSന്റെ ID കാർഡ്, നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞത് ID കാർഡ് ഏതാന്നുള്ളത്. സോ ആ NIOS ID കാർഡും അതിന്റെ കൂടെ നമ്മുടെ ഒരു തിരിച്ചറിയൽ രേഖ, ആധാർ കാർഡ് ആവും, പാസ്പോർട്ട് ആവും, അതല്ലെങ്കിൽ നമുക്കൊരു പാൻ കാർഡോ, നമ്മുടെ ഒരു ഫോട്ടോ പ്രൂഫ് ഉള്ള, നമ്മുടെ ഒരു ഫോട്ടോ ID പ്രൂഫ് ആയിട്ടുള്ള ഏതാണോ നിങ്ങൾക്ക് തിരിച്ചറിയൽ രേഖ ഉള്ളത് അതും കയ്യിൽ വെക്കുക. അത് ഗവൺമെന്റ് ID ആയിരിക്കണം. ഓക്കെ, അപ്പോൾ സോ ഒരു ഗവൺമെന്റ് വാലിഡ് ID, NIOSന്റെ ID കാർഡ്, നിങ്ങളുടെ ഹാൾ ടിക്കറ്റ്, ഇത്രയും കാര്യങ്ങൾ കൊണ്ടുപോകുക. അതിന്റെ കൂടെ പെന്ന് കൊണ്ടു, കാരണം പരീക്ഷ എഴുതണം എന്നുണ്ടെങ്കിൽ പെന്ന് വേണം. ഓക്കെ, സോ അത് ഞാൻ പ്രത്യേകം പറയുന്നില്ല. ദെൻ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ, NIOS പരീക്ഷാ കേന്ദ്രത്തിൽ മൊബൈൽ ഫോണുകൾ, ക്യാമറകൾ, ബാഗുകൾ, കാൽക്കുലേറ്ററുകൾ, മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തുടങ്ങിയവ കൊണ്ടുപോകുന്ന അനുവദീയമല്ല. അപ്പൊ കണ്ടോ, നമുക്ക് പരീക്ഷ ഹാളിൽ മൊബൈൽ ഫോണുകൾ അലോ ചെയ്യില്ല, ക്യാമറകൾ അലോ ചെയ്യില്ല, ബാഗുകൾ, നമ്മുടെ ബാഗ്, വാലറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ബുക്സ് കാര്യങ്ങളൊന്നും ഉള്ളിലോട്ട് അലോ ചെയ്യത്തില്ല. അതുപോലെ തന്നെ കാൽക്കുലേറ്ററുകൾ അറിയുമ്പോൾ കുട്ടികൾക്ക് ഒരുപാട് സംശയം, അക്കൗണ്ടൻസി പരീക്ഷയ്ക്ക്, മാത്സ് പരീക്ഷയ്ക്ക് കാൽക്കുലേറ്റർ ഉള്ളിലോട്ട് അലോ ചെയ്യുന്നില്ല. സോ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊന്നും, അതേപോലെ തന്നെ നിങ്ങൾ സ്മാർട്ട് വാച്ച് ഒക്കെ ആണെങ്കിൽ അതൊന്നും അലോ ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. സോ അതൊക്കെ അവർ തൊട്ട് മുമ്പ് നിങ്ങൾ ഹാളിലോട്ട് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് നമ്മളെ കൊണ്ട് പുറത്ത് വെപ്പിച്ചിട്ട് അവർ ഉള്ളിലോട്ട് കയറ്റത്തുള്ളൂ. സോ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അത് കൊണ്ടുപോകണ്ട. ഓക്കെ, കാരണം നമ്മൾ ഇത് എടുത്തുകൊണ്ട് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് സേഫ്റ്റി ഉണ്ടാവില്ല. സോ അതുകൊണ്ട് ആദ്യം തന്നെ അങ്ങനത്തെ ഉപകരണങ്ങളൊന്നും കൊണ്ടുപോകണ്ട. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് ബാഗിൽ വെക്കുക. ഓക്കെ, എന്ത് കാര്യങ്ങളും പുറത്ത് ബാഗിൽ വെച്ചിട്ട് മാത്രം എക്സാം ഹാളിന്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുക. ഓക്കെ, ഇന്ത്യയിലും വിദേശത്തും തിയറി പരീക്ഷ മുകളിലെ പട്ടികയിൽ നൽകിയിരിക്കുന്ന സമയ ഷെഡ്യൂൾ അനുസരിച്ചായിരിക്കും ഉദ്യോഗാർത്ഥി പരീക്ഷ ആരംഭിക്കുന്ന 1 മണിക്കൂർ മുമ്പെങ്കിലും എത്തിച്ചേരണം. നമുക്ക് അബ്രോഡ് എക്സാം എഴുതുന്ന, അതായത് ഓവർസീസ് എക്സാം എഴുതുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ എക്സാം എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ഈ തന്ന ഷെഡ്യൂൾ പ്രകാരമാണ് നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക. സോ ആ ടൈമിൽ നിങ്ങൾ എത്തിയാൽ മതി. പക്ഷേ 2:30 എക്സാമിന് 2:15 എത്തിയിട്ട് കാര്യമില്ല. 1 മണിക്കൂർ മുമ്പ്, അതായത് 2:30 എക്സാമിന് 1:30 ആകുമ്പോഴത്തേക്കും നിങ്ങൾ എക്സാം ഹാളിൽ റിപ്പോർട്ട് ചെയ്യണം. കാരണം എക്സാമിന് 2:30 എക്സാം എന്നുണ്ടെങ്കിൽ 2:25 പോയി കയറാം എന്ന് ചിന്തിക്കാതെ 1 മണിക്കൂർ മുമ്പ് നിങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, 1:30 1:30 മണിയാകുമ്പോഴത്തേക്കും നിങ്ങൾ ഫസ്റ്റ് ഡേ നിങ്ങൾ എക്സാമിന് അങ്ങനെ എത്തണം. മാത്രമല്ല, നിങ്ങൾ വൈകി ചെന്നിട്ട് ഇപ്പോൾ 2:30 എക്സാമിന് 3 മണിക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് എക്സാം ഹാളിൽ അലോ ചെയ്യത്തില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ഹാൾ ടിക്കറ്റിലെ മിസ്റ്റേക്സ് ഒന്നും NIOSന്റെ ഉത്തരവാദിത്തത്തിലല്ല എന്നും അവരിതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഹാൾ ടിക്കറ്റിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. സോ ഇതൊന്നും വലിയ കൺഫ്യൂഷൻ ആക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എടുത്ത സബ്ജക്ട്സിന്റെ ഒക്കെ തന്നെ എക്സാം നിങ്ങൾക്ക് വന്നിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പരീക്ഷാ കേന്ദ്രം, എക്സാമിനേഷൻ സെന്റർ ഏതാണെന്നുള്ളത് നോക്കുക. അത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ പരീക്ഷ എഴുതാൻ പോണ ഈ സെന്ററിൽ വെച്ചിട്ടാണ്. ഇത്രയും കാര്യങ്ങൾ മക്കളെ നിങ്ങൾ നോക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ കാത്തിരുന്ന് നമ്മുടെ ഹാൾ ടിക്കറ്റും കൂടെ ഇവിടെ വന്നു. ഇനി പരീക്ഷ എന്നുള്ളൊരു കടമ്പ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പൊ അതിനുവേണ്ടി പഠിക്കാനുള്ള സമയം മാത്രമാണ് ഇപ്പോൾ. ഇനിയുള്ള ഓരോ ദിവസവും നമുക്ക് നിർണായകമാണ്. ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളെ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം. അതിനുവേണ്ടി നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ്. ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്ട്സിന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആയിട്ടുള്ള വൈസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് മാത്രം അറ്റൻഡ് ചെയ്ത് അതിനുള്ള Q&A മാത്രം അറ്റൻഡ് ചെയ്താൽ ഏതൊരു വിദ്യാർത്ഥിക്കും 3-4 ദിവസം കൊണ്ട് തന്നെ ഈ പരീക്ഷ വളരെ ഈസി ആയിട്ട് പാസ് ആവാൻ സാധിക്കും. ആ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവരും യൂസ് ചെയ്യുക. ക്രാഷ് കോഴ്സിൽ ന്യൂ അഡ്മിഷൻ എടുക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോട്ട് ഇപ്പോൾ തന്നെ വിളിച്ച് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക. ഓക്കെ, ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ ഹാൾ ടിക്കറ്റിനെ കുറിച്ചാണ്. അപ്പൊ അങ്ങനെ ഹാൾ ടിക്കറ്റും വന്നു. ഇനിയിപ്പോൾ നോക്കാനൊന്നുമില്ല, പഠിക്കുക, പരീക്ഷ പോയി എഴുതുക. ഓൾ ദി വെരി ബെസ്റ്റ് ടു ഓൾ മൈ ഡിയർ സ്റ്റുഡൻസ്. താങ്ക് യു.